ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ത് പറയുന്നു? ഓണം ഇങ്ങനെ അടുത്തടുത്തെത്തി. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റി പായസം നോക്കിയാലോ. ഇന്നലത്തെ ഇഞ്ചി പായസം ആരും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. ആരും എൻ്റെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നില്ലെന്ന് തോന്നുന്നു. കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലത്തെ ഇഞ്ചി പായസം. ഞാൻ കുടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പായസം എന്താണെന്ന് ഇതേ നിങ്ങൾക്ക് കാണുമ്പോഴെന്നെ മനസ്സിലായിട്ടുണ്ടാവും. റംബൂട്ടാൻ വെച്ചിട്ടുള്ളൊരു പായസം. റംബൂട്ടാനും കരിക്കും ഇളനീറും വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇവിടുന്ന് നെസ്റ്റോന്ന് എനിക്ക് കുറച്ച് റംബൂട്ടാൻ കണ്ടു അവിടെ. അപ്പം ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് ഇതാ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടാണ് അവിടെ കുറച്ചുണ്ട്. അതുപോലെ ഈ കരിക്ക് ഇളനീര് ഇന്നലെ എൻ്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഇളനീരിലൊന്നും ഈ നമുക്ക് കാമ്പ് കിട്ടുന്നില്ല. കുറേ എണ്ണം വാങ്ങിച്ചു നോക്കി. എൻ്റെ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം നമുക്ക് ഈ ഇളനീർ റംബൂട്ടാൻ പായസം ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ റംബൂട്ടാൻ ചെറുങ്ങനെ കട്ട് ചെയ്യട്ടെ. കുറച്ച് സമയമായി തൊലി കളഞ്ഞ് വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇളനീരൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. ബാക്കിയുള്ള ചേരുവകൾ ഇതാ ശർക്കര, പിന്നെ തേങ്ങയുടെ 2-ാം പാല്, 1-ാം പാല്, അതുപോലെ തന്നെ കുറച്ച് തേനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ട് ചെയ്തിട്ട് വരട്ടെ. ഇളനീരൊന്ന് മിക്സിയിൽ അടിച്ചിട്ടെടുക്കട്ടെ. അതേപോലെ റംബൂട്ടാൻ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. റംബൂട്ടാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇളനീര് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. റംബൂട്ടാൻ പായസം ആദ്യം തന്നെ ഞാനിതാ അടുപ്പ് കത്തിച്ചു. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഈ നെയ്യിലോട്ട് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ കിടന്ന് ഈ ശർക്കരയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ. ഇതിലോട്ട് തേങ്ങയുടെ 2-ാം പാലെടുത്ത് വെച്ചിട്ടില്ല, അത് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ 3 ഈ സ്പൂണിലാണ്, ഈ തവിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് വറ്റി വരട്ടെ. ഇനി നമുക്കിതിലോട്ട് എടുത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് റംബൂട്ടാൻ ചേർത്ത് കൊടുക്കാം. റംബൂട്ടാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ റംബൂട്ടാൻ ഈ ശർക്കരയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. ഒരുപാട് വേണ്ട, കുറച്ച് സമയം തിളക്കണ്ടു. ഈ ഇലയിൽ വെന്തുപോയ റംബൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ പോകും. ഇത് ഞാൻ റംബൂട്ടാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇളനീര് അരച്ച് വെച്ചിട്ടില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. റംബൂട്ടാൻ ഇത് നല്ലപോലെ ഇതിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരുപാട് തിളക്കണ്ട, വെന്ത് പോകണ്ട. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ഈ കരിക്ക് കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ അരച്ച് വെച്ച കരിക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിക്ക് ഒരുപാട് ചേർക്കണ്ട. ഞാൻ അരച്ച് വെച്ച അത്രയും ചേർത്തിട്ടില്ല, കാരണം റംബൂട്ടാൻ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടി ഒന്ന് ഇതിൽ തിളച്ച് മിക്സ് ആവട്ടെ. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഇളനീരും റംബൂട്ടാനും എല്ലാം കൂടെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച 1-ാം പാല് കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ കുറച്ചെടുത്ത് വെച്ചിട്ടില്ലേ ഹണി, ഒരു ഡ്രോപ്പ് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നേരത്തെ ഇളനീര് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ചേർക്കുന്നില്ല. എനിക്കത് ചേർക്കണം എന്ന് തോന്നിയില്ല, കാരണം ഈ റംബൂട്ടാൻ്റെ കൂടെ അതും കൂടെ കടിക്കുമ്പോഴപ്പം ഇളനീരിൻ്റെ ടേസ്റ്റ് മാത്രം വന്നു. ഇപ്പോൾ റംബൂട്ടാൻ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഇന്നത്തെ റംബൂട്ടാൻ പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.